3 പേർക്ക് പരിക്കേറ്റു. അതിൽ ഏറ്റവും ഒടുവിൽ കിട്ടിയത് തലയോളപ്പറമ്പ് സ്വദേശിനി ബിന്ദു എന്ന ആളിനെയാണ്. അവരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യനില അല്പം ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏറെക്കുറെ 15 മിനിറ്റ് മുൻപാണ് കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ ഈ സ്ത്രീയെ കണ്ടെത്തിയിട്ടുള്ളത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അവരെ നിരീക്ഷിച്ചു വരികയാണ്. ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണെന്നും പരമാവധി ആളെ ജീവനോടെ തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ കാര്യങ്ങൾ അടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ സംഭവം കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെ മനസ്സിലാക്കുകയും നേരിട്ട് കാണുകയും ചെയ്ത മാതൃഭൂമി പ്രതിനിധി പ്രഹ്ലാദൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ അപകടത്തിൻ്റെ തീവ്രത കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ ലഭ്യമായത് പരിക്കേറ്റ നിലയിൽ കിട്ടിയ ബിന്ദുവിൻ്റെ ഒരു ആരോഗ്യനിലയെ സംബന്ധിച്ച് നമുക്ക് എന്ത് ആണ് പറയാൻ കഴിയുക? ബിന്ദുവിൻ്റെ ആരോഗ്യനില ആശങ്കാജനകമാണെന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. അവരെ 10:45 അപകടം ഉണ്ടായത്. അതിനുശേഷം പുറത്തെടുത്തത് ഇപ്പോൾ ഒരു 15 മിനിറ്റേ ആയിട്ടുള്ളൂ. ഇത്രയും സമയം അവർ മണ്ണിനടിയിൽ കിടക്കുകയായിരുന്നു. അവർ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു എന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. അവരുടെ ഹസ്ബൻഡ് അവരെ കാണാനില്ലെന്ന് പോലീസിനോട് പരാതിപ്പെട്ടിരുന്നു. അതിനുശേഷം ഫയർഫോഴ്സും പോലീസും കൂടെ തെരച്ചിൽ നടത്തുമ്പോഴാണ് കട്ടകളുടെയും മറ്റും അടിയിലായിട്ട് ഇവർ കിടക്കുന്നത് കണ്ടത്. അബോധാവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് അവരെ മാറ്റുകയാണ് ഉണ്ടായത്. അവരുടെ ആദ്യം ഇവരെ റെഡ് സോണിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നാണ്. 68 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടത്തിലെ ടോയ്ലറ്റ് ഉൾപ്പെടുന്ന ഭാഗമാണ് അടർന്നു വീണത്. ഈ സമയത്ത് അതിനോട് ചേർന്ന വാർഡുകളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം വിശദീകരിക്കുന്നത്. ഈ ടോയ്ലറ്റ് ഉപയോഗശൂന്യമായതിനെ തുടർന്ന് അടച്ചിട്ടിരുന്നതാണ്. എങ്കിലും ഇതിന് സമീപത്തുള്ള പഴയ വാർഡുകളിലെ ആളുകൾ അനധികൃതമായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് കയറുന്നൊരു പതിവുണ്ടായിരുന്നാണ് ഔദ്യോഗികമായിട്ട് അധികൃതർ നൽകുന്ന വിശദീകരണം. മെഡിക്കൽ കോളേജ് രോഗികളുടെ ബാഹുല്യം കൊണ്ട് വളരെ വീർപ്പുമുട്ടുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് പഴയ ഈ 64 പണിത വാർഡുകളിലുള്ള രോഗികൾ അവിടെ വലിയ രോഗികളുടെ വലിയ തിരക്കാണുള്ളത്. അപ്പോൾ അവിടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും മറ്റുമായിട്ടും രാത്രി കാത്തിരിപ്പിനും ഒക്കെ ആയിട്ട് ആളുകൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിലേക്ക് കയറുന്നൊരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ഈ പഴയ ടോയ്ലറ്റ് ഭാഗത്തേക്കും ഈ പറഞ്ഞ ആളുകൾ കയറിപ്പോയെന്ന് മനസ്സിലാക്കുന്നു. അതിൽ 2 പേർക്കാണ് ശരിക്കും കെട്ടിടം ഇടിഞ്ഞത് വഴി പരിക്കേറ്റതായിട്ട് മനസ്സിലാക്കുന്നത്. അതിൽ ഈ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു, അതുപോലെ തന്നെ ഒരു കുട്ടിയാണ്. ആ കുട്ടി അലീന വിൻസെൻ്റ്, വയനാട് മീനങ്ങാടി സ്വദേശിനിയാണ്. അവരുടെ മുത്തച്ഛയോടൊപ്പം ബൈസ്റ്റാൻഡറായിട്ട് നിന്നാണ് അവർ ഈ ടോയ്ലറ്റിൽ പോയപ്പോഴാണ് പരിക്കേറ്റതെന്ന് പറഞ്ഞത്. ചെറിയ പരിക്കാണുള്ളൂ. വയറിൻ്റെ ഭാഗത്താണ് പരിക്കുള്ളത്. സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവം ഇല്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നെ ഒരാൾ ഇവിടുത്തെ ജീവനക്കാരൻ തന്നെയാണ്. അത് അവിടുന്ന് ആളുകളെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രോളികളും മറ്റും മാറ്റുമ്പോഴാണ് ആ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും രോഗികളായിട്ടോ അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരായിട്ടോ 2 പേരാണുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംഭവം